നേരിട്ട് പ്രേക്ഷകരുടെ അഭിപ്രായം അറിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയെന്ന് തോന്നുന്നു? ഒരുപാട് സന്തോഷം. എല്ലാം നല്ല അഭിപ്രായങ്ങളാണ് എല്ലായിടത്തും പറഞ്ഞത്. ഇത് ഡെഫിനറ്റ്ലി തിയേറ്ററിൽ തന്നെ കാണണം. അതിൽ എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. ബാക്കി അശ്വത്ത് പറയുന്നതായിരിക്കും. അതെ, ചേട്ടയുടെ ഫസ്റ്റ് ഫിലിം തന്നെയാണ്. ഫസ്റ്റ് ഫിലിമാണ് നായകനായിട്ടുള്ള. നാദൃശിക്കാരുടെ ഡയറക്ഷനിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കാസ്റ്റ് ആൻഡ് ക്രൂവിന്റെ ഒപ്പം കോ വർക്കേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തു. അത്യാവശ്യം നല്ല അഭിപ്രായം കേൾക്കുന്നു. എന്ത് ഒരുപാട് സന്തോഷം. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തതിലും ബെറ്റർ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നാഷികയായിട്ട് വർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര രസമായിരുന്നു. ഒരു ടിപ്പിക്കൽ നാഷിക പടമല്ല, എന്നാലും നാഷികാന്റെ പടങ്ങളിൽ എക്സ്പെക്ട് ചെയ്യാൻ ഒരുപാട് മൊമെന്റ്സ് ഉള്ള ഒരു നല്ല പരിപാടിയായിരുന്നു. സെറ്റൊക്കെ എങ്ങനെയായിരുന്നു? അത്യാവശ്യം സിനിമയിൽ കാണുന്ന പോലെ ഫൺ എങ്ങായിരുന്നോ? നല്ല ഫൺ സെറ്റായിരുന്നു. പിന്നെ സെറ്റിലായിരുന്നു. സിനിമയെക്കാളും ഫണ്ടല്ലേ? അതെ, സിനിമയെക്കാൾ ഫണ്ട് സത്യം പറഞ്ഞ സെറ്റിലായിരുന്നു. കാരണം റാഫി സാറും നദർഷ ഒക്കെ ഭയങ്കര രസമായിരുന്നു. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തെ നമുക്ക് ഇവര് വർക്ക് ചെയ്തിട്ടുള്ള സിനിമകളെ പറ്റി പറയുമല്ലോ. എന്നോട് റാഫി സാർ തെങ്കാശിപ്പട്ടണം, അതുപോലെ തന്നെ കല്യാൺ രാമനിലേക്കൊക്കെ ഒരുപാട് കഥകൾ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്, ഷൂട്ട് ചെയ്ത സമയത്ത്. അതൊക്കെ കേൾക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും വലിയ സന്തോഷം. ദേവിന് എന്താ പറയാനുള്ളത്? സന്തോഷം. പറഞ്ഞ പോലെ തന്നെ അത്രയും ഫണ്ണായിരുന്നു വർക്ക് ചെയ്യാൻ വേണ്ടി. ആ എക്സ്പീരിയൻസിന് അത്രയും എൻജോയ് ചെയ്തതാണ്. ഇപ്പൊ തിയേറ്ററിൽ നല്ല റെസ്പോൺസ് വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. കുട്ടികളൊക്കെ നല്ലതാന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. ഇപ്പൊ സ്കൂള് തുറക്കുന്ന ടൈമാണല്ലോ, കുട്ടികളുടെ വരവ് കുറയുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ക്ലാസ് കിട്ടിയതൊന്നും കാണാം. നമ്മളൊക്കെ അങ്ങനെയൊക്കെയാണ്. അതെ, തിയേറ്ററില് പിള്ളേര് വരുന്നേക്കാളും ദേവനും വീണ്ടും സ്കൂൾ പോകണ്ടേ? സ്കൂളല്ല, സോറി, കോളേജിലേക്ക് ആയിട്ടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ക്ലാസ് ഉള്ളൂ. അതെ, അതൊരു പ്രൊമോഷൻ ദേവന് ക്ലാസ് ഉണ്ട്. ദേവന്റെ ക്ലാസ് ഉണ്ട്. അതെ, എനിക്ക് 28 ജൂണിലാണ്, ജൂൺ എൻഡിലേക്ക് ക്ലാസ് ഉണ്ട്. ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്രൈസിസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ കാലാവസ്ഥ ക്ലൈമറ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, 2 ദേവന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ദേവന്റെ ഡേറ്റിലായിരുന്നു ഞങ്ങൾ എല്ലാവരും അല്ലേ, നാഗകൃഷ്ണ, അതുപോലെ തന്നെ റാഫി സാറ്, ഷൈൻ ചേട്ടൻ, എല്ലാവരും. ഏറ്റവും പ്രധാനപ്പെട്ട അത് നല്ലല്ലേ, ഞാൻ ഗ്രാജുവേറ്റ് ആയി. അത് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടി ക്രെഡിറ്റ് ആണ്. ഇവര് ക്രൂഡ് സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ ക്ലാസ് ഭയങ്കര ബുദ്ധിമുട്ടായിനെ. അപ്പൊ അതിൽ സപ്പോർട്ട് ചെയ്തല്ലോ, താങ്ക് യു. എന്ത് ചെയ്തിട്ടാണോ, പക്ഷെ താങ്ക് യു. നല്ല അടിപൊളി വിജയമാകട്ടെ. സിനിമ എങ്ങനെയുണ്ട്? വളരെ മാഫിയാണോ എന്നൊക്കെ ചോദിച്ചു. എല്ലാവർക്കും പറയണം, തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. തിയേറ്ററിൽ വന്ന് കണ്ടാലേ ആ പടത്തിന് സുഖം കിട്ടും.
ചിരിച്ചു. കഴിയില്ലേ ഇങ്ങോട്ട് വെക്കാം. ഇത്ര ശരി എടാ ഒന്നുകൂടി നോക്കി പടം ഇഷ്ടമായോ? ആ പിന്നെ എങ്ങനെയുണ്ട് പടം ഇഷ്ടമായോ നിങ്ങൾക്ക്? ചേച്ചിയും കൂടി നിന്നോ ഞാൻ എടുത്തരാം മാസ്ക് വെച്ചില്ലേ ചേട്ടാ എങ്ങനെയുണ്ട് പടം? ചേട്ടാ എങ്ങനെയുണ്ട് പടം ഗംഭീര നന്നായിട്ടുണ്ടോ? പിള്ളേരൊക്കെ എങ്ങനെയുണ്ട് ഇവര് പോയി കണ്ടുകഴിയുമ്പോ തകർത്തിട്ടുണ്ട്. അടിപൊളിയാണ്. ആ അത് പിന്നെ പുള്ളിക്കാരും പറയണായിരുന്നല്ലോ അത് മേടിക്കുന്ന പറയാം. ത്രില്ലറാണോ എങ്ങനെയുണ്ട് പടം എന്താ കണ്ടിരിക്കാം ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന അത്രേ ഉള്ളൂ. അവര് കില്ലാടി രണ്ടര വയസ്സിലെ ഡെഫിനറ്റ് ഇതാണ് ഇവിടെ